അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിൽ 2 വർഷം കൊണ്ട് കാച്ചൊരു വിയറ്റ്നാം സൂപ്പർ വെള്ളി പ്ലാവിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് കാണിച്ച ചക്കകളാണ് ഈ കാണുന്നത്. 8 ചക്കയാണ് നമുക്കത് ആകെ പിടിച്ച് കിട്ടിയത്. അപ്പോൾ 8 ചക്കയിൽ ഇപ്പോൾ ഒരു 2 എണ്ണം മൂത്ത് പഴുത്ത് വിണ്ടൊക്കെ നിൽക്കണേ. അതായത് ഈ ചക്ക മിഞ്ഞാന്ന് വരെ വിണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങളിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഇത് കണ്ട അടിപൊളിയായിട്ട് വിണ്ട് പോയി. അപ്പോൾ ഇത് എന്തായാലും നല്ല മൂത്തിട്ടുണ്ട്, ഇത് ഇടണം. അതുമാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ഉണ്ടായ ചക്ക ഇവിടെ അതെ നോക്കിയാൽ ഈ പ്ലാവിൻ്റെ അടുത്ത് വരുമ്പോഴേ ചക്കര മണം കൊണ്ട് മൂക്കിലിങ്ങനെ അടിച്ച് കയറുക നല്ല കൊതിയാവുന്ന മണം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടായ ചക്ക. ഇത് നല്ല പഴമായിട്ട് നിൽക്കണം, ചക്കപ്പഴമായിട്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് ഒന്ന് മുറിച്ചെടുത്ത് അതായത് ഇതിനൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്ലാവ് വെക്കണം എന്നുള്ള ഒരു നിലത്ത് കുറച്ച് സ്ഥലം ഉണ്ടായാൽ മതി. അവിടെ നമ്മൾ ഈ വിയറ്റ്നാം സൂപ്പർ വെള്ളിയിലെ നല്ലൊരു തൈ മേടിച്ച് വെച്ചാൽ 2 വർഷം കൊണ്ട് നമുക്ക് ഇതേപോലെ ചക്കകൾ ഉണ്ടായി കഴിക്കാം. അതായത് ചക്കയ്ക്ക് നമുക്ക് കുറേ കാലം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യല്ല. ഞാൻ കത്തിക്ക് എടുത്തത് ഇത് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇത് ഈ ചക്ക നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതിനെങ്ങനെ ഒന്ന് പൊന്തിച്ച ശേഷം അവിടെ നിന്ന് വിട്ടു പോന്നു കേട്ടോ. അത്രയും നന്നായി പഴുത്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല സൂപ്പറായിട്ട് പഴുത്തിട്ടുള്ള ചക്ക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ചക്ക കേട്ടോ. നമുക്കൊരു നല്ലൊരു പ്ലാവ് ഉണ്ടായിരുന്നു, അത് നമ്മൾ മുറിച്ചു. അതിന് ശേഷം നമ്മൾ വെച്ചിട്ട് നമുക്കുണ്ടായ ചക്കയാണ്. ഇതിൻ്റെ വെയിറ്റ് ഞാൻ നോക്കി 8 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയേ, കളർ നോക്കിയേ, നല്ല പഴുത്ത് നല്ല തിക്കായിട്ട് ചുളയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായില്ല. നല്ല മൊളിഞ്ഞാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം ഇനി. അപ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടെ. സാധാരണ നമുക്ക് ഈ വിയറ്റ്നാം സൂപ്പർ വെള്ളിക്ക് ഒരു പ്രശ്നം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉള്ളിലെ ഒരു ബ്ലാക്ക് കളർ വരില്ലേ. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് നല്ല രീതിയിൽ നമ്മുടെ വളങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ഒരു ഗുണമായിരിക്കും. അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു ചക്കയല്ലേ, ഫസ്റ്റായിട്ട് ഉണ്ടായ ചക്കയാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആക്കുമ്പോഴേക്കും ഇത് പൊട്ടി പോകണം, അത്രയ്ക്ക് അധികം പഴുത്തിട്ടുള്ള കാരണം കേട്ടോ. നല്ല അടിപൊളി ചുളകളാണ്. വലിയ മടലിന് തീരെ കനല്ല, അത് കാരണമാണ് നമ്മൾ തൊടുമ്പോഴേക്കും പൊട്ടിപ്പോകുന്നത് കേട്ടോ. നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ചക്കയായ കാരണം ഞാൻ പൊക്കി പറയണമെന്നല്ല, നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മധുരവും നല്ലൊരു ടേസ്റ്റും സൂപ്പർ ചക്കയാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല റെഡ് പറയാ, ഓറഞ്ച് കളർ. അപ്പം നമുക്ക് അടുത്ത ചക്ക ഇനി ഇതിന് ഇട്ട് വെക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്തിട്ടൊന്നുമില്ല, വിണ്ടിട്ടുള്ളൂ. പക്ഷെ വിണ്ട കാരണം നമുക്ക് എന്തായാലും ഇനി നിർത്താൻ പറ്റില്ല. നന്നായി മൂത്തിട്ടുണ്ട്. അതേമാതിരി കണ്ട നോക്കി ഉള്ളൊക്കെ കണ്ട ഫുള്ള് തിക്ക് ചുളയാണ്. ഇതൊരു ദിവസം കൊണ്ട് വിണ്ടതാട്ടോ. ഇങ്ങനെ ഇത്ര അധികം നന്നായി മൂത്തുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല മൂത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു, അതാണ് ഇതിങ്ങനെ വിണ്ടത്. പിന്നെ ഈ ചക്കര ഒരു പ്രത്യേകത, ഈ ഒരു സൈഡ് അവിടെ ടച്ച് ചെയ്തിട്ടേ ഇവിടേക്ക് അധികം ചുളകളില്ല. അപ്പോൾ മൊത്തം ഈ ഒരു സൈഡാണ്. ഒരു മടലിന് കനം കുറവായ കാരണമാണ് ഇത് പെട്ടെന്ന് വീഴുന്നത്. ഈ പ്ലാവ് നിൽക്കണം നോക്കി നിങ്ങൾ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 2 അടി ഗ്യാപ്പിൽ ഒരു റംബുട്ടാൻ, അതിൻ്റെ അപ്പുറത്ത് 2 അടി ഗ്യാപ്പിൽ ഒരു റംബുട്ടാൻ. അപ്പോൾ നമ്മൾ അന്ന് ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഇത് മഞ്ഞ റംബുട്ടാനാണ്. എന്നെ ഈ 35 കണ്ട അത് നമുക്ക് പൂവുമ്മ കായകൾ പിടിച്ചു തുടങ്ങി. ഫസ്റ്റത്തെ ആയ കാരണം അധികം പിടിക്കുന്നില്ല, അവിടെ ഇവിടെ ആയിട്ട് പിടിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം പൂത്ത റംബുട്ടാനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇത് N18. ഇത് നല്ല രീതിയിൽ ഈ പ്രാവശ്യം പൂത്ത് കിട്ടാം. നമ്മൾ അന്ന് ചക്കര വീഡിയോ കാണിക്കുമ്പോൾ ഇത് പൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ പൂത്ത് കായ പിടിച്ചു തുടങ്ങിയിട്ടാണെന്നറിയാം. ഇത് സെക്കൻഡ് ട്രിപ്പ് ആയ കാരണം ഇതുമ്പോൾ നല്ല രീതിയിൽ കായ പിടിക്കും. നമ്മൾ നിലത്ത് നട്ട N18 നട്ടാ നമ്മുടെ റംബുട്ടാനാണ് പൂത്ത് കാഴ്ച നിൽക്കുന്നത് കണ്ട. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഡ്രമ്മിൽ നട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു N18, അതും പൂത്ത് കിട്ടാ. അത് ഈ ഒരു വലിയ ഹാഫ് ഡ്രമ്മിൽ 200 ലിറ്ററിൻ്റെ ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം 3 വർഷം പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. കായൊക്കെ പിടിച്ചു തുടങ്ങി കണ്ട, എവിടെയൊക്കെ കണ്ട. അപ്പോൾ നമുക്ക് ഡ്രമ്മിൽ വെച്ചാലും നല്ല രീതിയിൽ റംബുട്ടാൻ കായ്പ്പിക്കാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ നോക്കി വന്ന് ഇതൊക്കെ അതിൻ്റെ പൂക്കൾ നിറച്ച് പൂത്തിട്ടുള്ളതാണ്. ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, ആ സൈഡ് മുകളിലേക്ക് നോക്കിയേ, അത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ എല്ലായിടത്തും പൂത്തിട്ടുണ്ട് കേട്ടോ. നിറയെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഡ്രമ്മിൽ വെച്ചിട്ടുള്ളതാണ്, അതിൽ നല്ല രീതിയിൽ പൂത്തു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ E35 നിലത്ത് വെച്ചപ്പോൾ അത് പൂത്ത് കിട്ടി പെട്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള സീസർ ഉണ്ട് വരണം, റംബുട്ടാൻ തന്നെ. ആ സീസർ നമുക്ക് പൂത്തിട്ടില്ല കേട്ടോ. അത് പൂക്കാറായിട്ടില്ല, അത് എപ്പോഴും ഡ്രമ്മിൽ നിൽക്കുന്നുണ്ട്.
പക്ഷേ നമുക്ക് N18 ഡ്രമ്മിൽ വെച്ചത് നല്ല രീതിയിൽ പൂത്തു. പിന്നെ നമ്മുടെ ഒരു ചാമ്പയാണ് കേട്ടോ, നമ്മളെ സീഡ്ലെസ് ചാമ്പ എന്ന് പറഞ്ഞത് നിറയെ ഫ്രൂട്ടായിട്ട് നിൽക്കണം. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല. ഈ നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പക്കായ കേട്ടോ, നല്ല മധുരമാണ്, നമുക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ മാതളത്തിൻ്റെ ഒരു കാര്യം പറയാറുള്ളത്, നമ്മുടെ വീട്ടിൽ മാതളുണ്ട്. മാതളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതളം ഇതേപോലെ പച്ച കളറിൽ ഉണ്ടാവുന്നുണ്ട്, അതേപോലെ ഈ ചെറിയ ഇതിൽ തന്നെ വരുമ്പോൾ റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഈ റെഡ് കളറായിട്ട് വരുന്നതിൻ്റെ പേരാണ് ഭഗവ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഭഗവാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതാണ് ശരിക്കും മേടിച്ച് വെച്ചാൽ കാണാൻ ഒരു ഭംഗിത. ഇതുമൊക്കെ നിറയെ പിടിക്കുന്നുണ്ട് കേട്ടോ, അത് നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതുമ്മ പച്ച കളറിൽ ഉണ്ടാവണമെന്ന് അറിഞ്ഞപ്പോൾ നമ്മളൊരു നഴ്സറിയിൽ പോയിട്ട് ഭഗവ വേണമെന്ന് പറഞ്ഞ് മേടിച്ച തൈയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മളൊരു ചട്ടിയിലാണ് വെച്ചത്. ഈ ചട്ടിയിൽ വെച്ച് വളർത്തി ഇതേ ഇപ്പോൾ അതുമ്മ മാതളം ഉണ്ടായി വന്നപ്പോൾ അത് ഒരു കൊല്ലം കൊണ്ട് അല്ലേ, ഒരു കൊല്ലം കൊണ്ട് നമുക്ക് മാതളം ഉണ്ടായി. മാതളം ഉണ്ടായപ്പോൾ ഇതേ വീണ്ടും അത് പച്ച തന്നെ. ഷുഗർ പറഞ്ഞിട്ട് നമുക്ക് നഴ്സറിക്കാരൻ തന്നതാട്ടാ. അപ്പൊ ഞാൻ പറയണില്ലേ എപ്പോഴും പൂത്തതും കാച്ചതൊക്കെ മേടിക്കാൻ, കിട്ടണതാണ്. അവർക്ക് ഇങ്ങനെയാണ് ചിലപ്പോൾ ലോഡ് വന്നിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഇത് കാച്ച് കണ്ട് മേടിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലം പറ്റില്ലായിരുന്നു. കാര്യം ഇപ്പൊ ഇത് കളർ വ്യത്യാസമുള്ള ഹൈറ്റൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമെ പച്ച കളറാണ്, ഉള്ളില് നമ്മൾ ആ ചുവന്ന മാതളത്തിന്റെ അത്രയ്ക്ക് റെഡ് കളർ ഉണ്ടാവില്ല. പക്ഷെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറ്റും. അതായത് നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവരറിയാതെ തരുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കാച്ചതൊക്കെ നോക്കി മേടിച്ചാൽ ഇതേപോലത്തെ അബ്ദങ്ങൾ പറ്റില്ല. ഇപ്പൊ നമുക്ക് കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്നുണ്ട്, തൊട്ടിപ്പുറം നിൽക്കുന്നുണ്ട്, സെയിം. നമ്മളൊരു മാറ്റത്തിന് വേണ്ടി മേടിച്ചു വെച്ചതാണ്. പക്ഷെ ഒരു വർഷം കൊണ്ട് നമുക്ക് കാച്ച് കിട്ടിയിട്ടാ. ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ അതാണ്. ഇവിടെ ഒരു നമുക്ക് കാലുകുത്തി നടക്കാൻ വരെ സ്ഥലമില്ല. അതായത് എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ തന്നെ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഏക്കർ 2 ഏക്കറിൽ വെക്കേണ്ട ചെടി ഒരുമിച്ച് കൊണ്ടുവച്ച എങ്ങനെയാന്ന്. അപ്പൊ ഇങ്ങനെ ആരും വെക്കേണ്ട കേട്ടാ, ഞാൻ വെച്ചു എന്ന് വെച്ചിട്ട് ഇതെന്റെ സ്ഥലപരിമിതി മൂലം എന്റെ ആഗ്രഹം മൂലം ഞാൻ ചെയ്യണതാണ്. ഈ ഒരു വൈറ്റ് ഞാവലാണ് നമ്മൾ വളരെ ചെറിയൊരു ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 30 ലിറ്ററിന്റെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഫ്ലവറിങ് ആയത് ഫ്രൂട്ടായി തുടങ്ങിയിട്ടാ. ഇത് ഫുള്ള് ഫ്രൂട്ടായോളും. ഇത് ഫ്ലവറിങ് കഴിഞ്ഞ് വിരിഞ്ഞ് ഫ്രൂട്ട് പിടിച്ചു തുടങ്ങിയിട്ടാ. പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് മാവുകൾ എന്താ പറ്റിയെന്ന്. മാവുകൾ നമ്മൾ ഡ്രമ്മിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൂണിങ് ചെയ്ത ഡേറ്റുകൾ തമ്മിൽ മാസങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നു. അതുകൊണ്ട് നമുക്ക് പൂക്കേണ്ട സമയത്ത് അധികം മാവുകളൊന്നും പൂത്തില്ല. എന്നാലും നമുക്ക് 1-2 മാവുകൾ പൂത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പ്രൂൺ ചെയ്യാത്ത പൂത്താണ് അല്ലേ. ഇതേ നോക്കി, ഇത് പ്രൂൺ ചെയ്തിട്ടില്ല. ഇതൊരു കാട്ടിമനാണ്. കാട്ടിമൻ്റെ മാവ് നമുക്ക് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു മാവ് കേട്ടാ, തായ് വസ്ത്ര, അത് നമുക്ക് പൂത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ നമുക്ക് നല്ല രീതിയിൽ പൂത്തത് കാലാപാടി ആട്ടോ. അതെ, കാലാപാടിയുടെ മാവാണ് നമുക്ക് പൂത്തത്. ഇവിടെ ചെറുത് പിടിച്ചു വരുന്നുണ്ട്. അത് കുറേ പൂത്തു, കുറേ ഒന്നും പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു മാങ്ങ അതെ അത്യാവശ്യം വലിപ്പമായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം 3-4 മാവൊക്കെ നമുക്ക് പൂത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കി മാവുകൾ അടുത്തൊരു സീസണിലേക്ക് ആവുള്ളൂ. കാരണം എന്താ വെച്ചാൽ പ്രൂൺ ചെയ്ത് ആ ബ്രാഞ്ചസ് ഒന്നും എന്താ പറയുക പ്രായപൂർത്തിയായിട്ടില്ല, മെച്യൂർ ആയിട്ടില്ല. അപ്പോൾ അത് വന്നാൽ അത് പൂക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടൈമിങ്ങിൽ വന്ന വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സെക്ഷൻ മൊത്തം ചാമ്പയാണ്. ചാമ്പകളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാമ്പകളൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഇട്ടുകൊണ്ട് 5-6 തരം ചാമ്പകൾ നമുക്കിപ്പോൾ പൂത്തും കാച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വഴിയെ നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വിയറ്റ്നാം സൂപ്പർ വെളിയിലെ നല്ല പ്ലാവും തൈകൾ കായ്ച്ചത് കിട്ടും. ഇപ്പോൾ അധികം വിലയില്ല, മേടിച്ച് വെക്കുക. നമുക്ക് 2-ാം വർഷം തൊട്ട് ഇതേപോലെ സൂപ്പർ ചക്കകൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാം. നമുക്ക് ഒരു വിഷമോ ഒരു കാര്യങ്ങളോ കൊടുക്കാതെ നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ്. നല്ലൊരു ഫ്രൂട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും മേടിച്ച് വെക്കുക കേട്ടോ.